കേരളത്തില് പ്രകമ്പനം കൊള്ളിക്കാൻ വേണ്ടി ഒരു ഒന്നൊന്നര ഐറ്റാട്ടെ വന്നോണ്ടിരിക്കുന്നത്. ഇത് പെട്ടെന്ന് കണ്ടാൽ തോന്നുന്നു നമ്മുടെ സ്പ്ലെൻഡർ ബൈക്കാണ് എന്ന്. പക്ഷെ എന്നാൽ ഇത് സ്പ്ലെൻഡർ അല്ല ഗൈസ്, ഇത് ഒരു സൈക്കിളാണ്. എന്നാൽ ഇലക്ട്രിക് ആണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരോട് ചോദിച്ചു നോക്കാം. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞേ, ഇത് ബൈക്കുമാണ്, സൈക്കിളുമാണ്, ടൗട്ടേൺ ചെയ്യാം. അപ്പൊ ബാറ്ററിയാണ്. ഇത് ബാറ്ററിയാണ്. ബാറ്ററിയിൽ ഓടിക്കാം, അതുപോലെ തന്നെ പെഡലുണ്ട്. അതെ, പെഡലുണ്ട്. സൈക്കിൾ പോലെ നമുക്ക് ചവിട്ടാം. രണ്ടുപേരെ ഞങ്ങളിതേ പോകുന്നത്. സംഭവം ഇപ്പൊ ബാറ്ററി ചാർജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടുകയും ചെയ്യാം, നമുക്ക് പെഡൽ ഉള്ളതുകൊണ്ട് സൈക്കിൾ ഓടുന്ന പോലെ ചവിട്ടുകയും ചെയ്യാം. ഇതൊക്കെ രണ്ടുപേരാ പോകുന്നത്, വേറെ ലെവല് സംഭവം. സ്പീഡ് എടുക്കട്ടെ? സ്പീഡ് എടുത്തോ. അയ്യോ 27, 28 കേട്ടോ സ്പീഡ്. അതെ 29 കേട്ടാ. അപ്പൊ ആൾക്കാർക്ക് വിശ്വാസമാവുമല്ലോ. ആ പോട്ടെ മോനെ, പോണ പോക്കണ്ടോ. ലൈറ്റ് ഉണ്ട്, ഉള്ളൊരു ബൈക്ക് പോലെ തന്നെ അല്ലേ. ഹാൻഡിൽ ലോക്ക് ഉണ്ട്, സൈഡ് സ്റ്റാൻഡ്, രണ്ടുപേർക്ക് യാത്ര ചെയ്യാം. വേറെ ലെവല് സാധനം അല്ലെ. നമ്മൾ എറണാകുളത്ത് നാസൈക്കിൾസിലാണ് നിൽക്കുന്നത്. ഇതിന്റെ പേരെന്താണ്? ബ്രോ ഇലക്ട്രിക് അല്ലെ. ഇലക്ട്രിക് മോട്ടോർസൈക്കിൾ അല്ലെ. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറണ്ടിലും പോകും, പെഡല്. അപ്പൊ നമുക്ക് അത്യാവശ്യം ചവിട്ടി പോണെങ്കിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് ആരോഗ്യപരമായിട്ടാണെങ്കിൽ പോവുകയും ചെയ്യാം. ഇതിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്ന പുറകിലാണ്. നമ്മുടെ സൈക്കിൾ സിസ്റ്റം പോലെ തന്നെ ഏറ്റവും വലിയ ഇതിന്റെ കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിംഗ് പൊസിഷൻ ആണ്. ഒന്ന് ഇറക്കിക്കേ. കമ്പനി 25 സ്പീഡ് പറയുന്നത് അല്ലേ, പക്ഷെ അതിനേക്കാൾ മുകളിൽ നമുക്ക് കിട്ടും. 28, 30 കിട്ടും അല്ലേ. അത്യാവശ്യം പൊക്കമുണ്ട്. നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്ന പോലെ അത്ര ചെറുതല്ല കേട്ടോ സംഭവം. നമുക്ക് നല്ല സുഖമായിട്ട് സൈക്കിളിനേക്കാളും കംഫർട്ടായിട്ട് ഇരിക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ ഒരു പാക്കിംഗ് കാണുന്നുണ്ടല്ലോ, ഇത് വേണമെങ്കിൽ എക്സ്ട്രാ ബാറ്ററി വേണമെങ്കിൽ നമുക്ക് വെക്കാം അല്ലേ. പിന്നെ ഈ ബാറ്ററി നമുക്ക് ഊരാൻ പറ്റും അല്ലേ. ഇത് എത്ര ടൈം വേണം ചാർജ് ചെയ്യണമെങ്കിൽ? ചാർജ് ചെയ്യണ 4 മണിക്കൂർ. എത്ര വോൾട്ടാ ബാറ്ററി? 12 വോൾട്ട്. പിന്നെ ഇവിടെ മീറ്ററും കാര്യങ്ങളുണ്ട്, ബാറ്ററി കാര്യങ്ങള്. ഇതിപ്പോ ഫുള്ളാണ് അല്ലെ. ഏകദേശം നമുക്ക് എത്ര ദൂരം കിട്ടും? 40 കിലോമീറ്റർ അല്ലെ. ഇതായിട്ട് നമ്മുടെ നാസൈക്കിൾസ്. നമ്മുടെ റൂട്ട് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കലൂർ ജംഗ്ഷനിൽ ഇറങ്ങുക, എന്നിട്ട് നേരെ പൊറ്റക്കോഴി നേരെ ഇങ്ങോട്ട് വരുമ്പോ സാമിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നാസൈക്കിൾസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇത് മാത്രല്ല, ബജാജിന്റെ EMI വഴി എടുക്കാം. 8 മാസം വരെ അല്ല. ഇതിനിപ്പോ എത്ര റേറ്റ് എത്രയാണ് പറയുന്നത്? 49,500 അല്ലെ. 49,500 അല്ലെ. ഇതിന്റെ ഒരുപാട് മോഡൽസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതും ഉണ്ടല്ലോ. ഇത് എത്ര റേറ്റ് എങ്ങനെയാണ്? അത് 48,500. ഇതിന് 48,500. ഇത് എത്ര കിലോമീറ്റർ മൈലേജ്? അത് 50. ഇത് പെഡലില്ല. ലഗേജ് കൊണ്ടുപോകാം. 15,000 രൂപ. ഇതിന് 15,000 രൂപ. 21 സ്പീഡ് ഗിയർ ഉണ്ട്. ഇതിപ്പോ അത്യാവശ്യം വെയിറ്റ് കുറയ്ക്കാനൊക്കെ നല്ലതാണ് സൈക്കിള് അല്ലെ. ഗിയർ ഉണ്ട്, അപ്പൊ ചവിട്ടാനും ബുദ്ധിമുട്ടില്ല. പിന്നെ ഉള്ള ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മുടെ ഇപ്പൊ ഇതൊക്കെ ലേഡീസിന് സൈക്കിൾ അല്ലേ. ഇതിനൊക്കെ എത്ര റേറ്റ്? ഇത് 6,800, 7,000 അറേഞ്ച് അല്ലെ. പിന്നെ കുഞ്ഞു കുട്ടികളുടെ അകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. പഴയ നമ്മുടെ ഒരു വണ്ടിയൊക്കെ ഉണ്ട്, നൊസ്റ്റാൾജിക് ഒരു വണ്ടി. ഒരുപാട് വെറൈറ്റി ഓഫ് സൈക്കിൾസ് ഉണ്ട്. അത് ഗിയർ ആണെന്നുണ്ടെങ്കിലും ബാറ്ററി ഉള്ള സൈക്കിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇത് ബാറ്ററി ഉള്ള സൈക്കിൾ അല്ലേ. അതിന് എത്ര റേറ്റ് എങ്ങനെയാണ്? അതിന് മൈലേജ് എത്ര കിട്ടും? 55 അല്ലെ. പിന്നെ അതിനും പെഡലുണ്ട്, പെഡൽ അസിസ്റ്റ് ഉണ്ട്. പിന്നെ സ്പോർട്സ് സൈക്കിൾ ഉണ്ട് അല്ലെ. ഇത് വേറൊരു ഗിയർ സൈക്കിൾ ആണ്. ഇതിനൊക്കെ എത്ര റേറ്റ്? 21 അല്ലെ. ഇതിനൊക്കെ EMI അവൈലബിൾ ആണ് അല്ലെ. പിന്നെ അത് തന്നെ ഗിയർ ഇല്ലാത്തത് എല്ലാം ഇന്ത്യൻ ആണ്. ചൈനയുടെ ഒരു ഇല്ല, എല്ലാം ഇന്ത്യൻ സൈക്കിൾ അല്ലെ. ഇത് 29 സൈസ് ആണ്. ഡിസ്ക് ബ്രേക്ക് ആണ്, ഫ്രണ്ട് ബാക്ക്. അപ്പൊ ആ ഭാഗത്തും കുറെ സൈക്കിൾസിന്റെ മുകളിലുണ്ട്. അപ്പോ ഏത് പ്രൊഡക്റ്റ് ആണ് 2,500 രൂപയുടെ മുകളിലുള്ള ഏത് പർച്ചേസിനാണെങ്കിലും EMI ഉണ്ട് നമുക്ക് അല്ലെ. തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ഈ വണ്ടി എടുക്കാൻ വരുന്നവർക്ക് EMIക്ക് അതിന് കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? ആധാർ, ബജാജിന്റെ കാർഡിന് അവർ അപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പർ തന്നു കഴിഞ്ഞാൽ ബജാജുകാരായിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ ആ സമയത്ത് തന്നെ അവർക്കൊരു OTP കൊടുക്കണം. OTP വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സൈക്കിൾ കൊണ്ടുപോകാം. അതെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ.
ഓണായിട്ട് എന്തെങ്കിലും ഓഫറും കാര്യങ്ങളുണ്ടോ? ഓഫർ മിക്കവാറും ചിലപ്പോ ഈ സാധാരണ ഇലക്ട്രിക് സൈക്കിൾ അല്ല, അല്ലാത്ത സൈക്കിളിൽ ഒരു 5% ഡിസ്കൗണ്ട് ഓൺ 10th മുതൽ നാളെ മുതൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഓണാഘോഷം അടിച്ചു പൊളിക്കാം.